ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നിരത്തിൽ പൊലിഞ്ഞത് 5 ജീവൻ. തൃശൂർ നാട്ടികയിൽ തടിലോറി പാഞ്ഞു കയറി കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം. ഇന്ന് പുലർച്ചെയാണ് റോഡരികിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തുകൂടി വാഹനം കയറി ഇറങ്ങിയത്. മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഡ്രൈവറുടെ ലൈസൻസും വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. പുലർച്ചെ 4-നാണ് നാടിനെ നടുക്കിയ അപകടം. 1 വയസ്സുള്ള വിശ്വ, 4 വയസ്സുള്ള ജീവൻ എന്നീ കുട്ടികൾ ഉൾപ്പെടെ 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. 2 പേരുടെ നില ഗുരുതരം. ഞാൻ കണ്ണു നിറം നോക്കിയത് എൻ്റെ ഭാര്യൻ്റെ എൻ്റെ മോൻ്റെ അടുത്ത് എൻ്റെ വണ്ടി നിന്നത്. രണ്ടാമത് എന്നെ പേടിച്ചിട്ട് അയാൾ വണ്ടി റിവേഴ്സ് എടുത്ത് ബാക്കിൽ കിടന്ന എല്ലാത്തിനും വണ്ടി 2 പ്രാവശ്യം കയറ്റിയിട്ടാണ് മുമ്പിൽ കിടന്നവരെ വണ്ടി കയറ്റുന്നത്. എല്ലാവരും പോസ്റ്റ് ഔട്ട്. കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു തടിലോറി. മദ്യലഹരിയിൽ ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസ്. ഡ്രൈവർ ജോസിനും ക്ലീനർ അലക്സിനുമെതിരെ മനഃപൂർവ്വമായ നരഹത്യ കുറ്റം ചുമത്തി കേസെടുത്തു. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്ന് മാത്രമല്ല, പ്രഥമ ദൃഷ്ടിയാൽ തന്നെ വണ്ടി ഓടിച്ചിരിക്കുന്നവരുടെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പിഴവുകളുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ആദ്യഘട്ടമായിട്ട് അവരുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും അതിനുള്ള നടപടി ഇന്ന് തന്നെ എടുക്കും. തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഒരു കരുതിക്കൂട്ടിയുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും. നരഹത്യയാണ്. അപകടത്തിന്റെ നിർണായക CCTV ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടു. അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ മുന്നോട്ട് പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഓടിച്ചുപോയ ലോറിയെ നാട്ടുകാർ പിന്തുടരുകയും ഡ്രൈവറെയും ക്ലീനറെയും റോഡിലിറക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി അപകടത്തിന്റെ കൂടുതൽ തെളിവുകളും ശേഖരിച്ചു. മദ്യപിക്കുകയും നിയമപരമായി ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുകയും ചെയ്തതിലൂടെ 5 മനുഷ്യജീവനുകളാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടി തന്നെയാണ് ഉണ്ടാകേണ്ടത്. മാഹിൻ ജാഫറിനൊപ്പം എസ് ശ്യാംകുമാർ, 24 തൃശൂർ. സുരക്ഷിതമെന്ന് കരുതിയാണ് ദേശീയപാതയുടെ വലതുവശത്തെ ട്രാക്കിൽ നിന്ന് ഇടതുവശത്തെ ട്രാക്കിലേക്ക് നാടോടി വിഭാഗത്തിൽപ്പെട്ടവർ ഉറക്കം മാറ്റിയത്. പക്ഷേ ഉണരും മുൻപേ പാഞ്ഞെത്തിയ ലോറി പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 5 പേരുടെ ജീവനെടുത്തു. ഡ്രൈവറും ക്ലീനറും മദ്യലഹരിയിലായിരുന്നതിനാൽ വാഹനം അമിത വേഗത്തിലായിരുന്നു. സമയം രാവിലെ 4 മണി. മാഹിയിൽ നിന്ന് വാങ്ങിയ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു ലോറി ഡ്രൈവറുടെയും ക്ലീനറുടെയും യാത്ര. പുറകിലെ സീറ്റിൽ ഡ്രൈവർ ജോസ് ഉറങ്ങുമ്പോൾ വളയം പിടിച്ചത് ലൈസൻസ് ഇല്ലാത്ത ക്ലീനർ അലക്സ്. ഏകാദശിയായതുകൊണ്ട് വാഹനങ്ങൾ കൂടുതലായിരിക്കുമെന്ന് കരുതി പതിവ് ഉറക്കം ഇടത്തെ ട്രാക്കിലേക്ക് മാറ്റിയിരുന്നു നാടോടി കുടുംബങ്ങൾ. സുരക്ഷിതമെന്ന് കരുതിയ പാതയിലേക്ക് ലോറി പാഞ്ഞെത്തി. പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 5 പേരുടെ ശരീരത്തിലൂടെയാണ് ലോറി കയറി ഇറങ്ങിയത്. വണ്ടി കയറുമ്പോൾ നമുക്കറിയില്ല, വടവടാന്ന് ഒച്ച കേൾക്കണുണ്ട്. വരുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ ലാസ്റ്റ് കിടക്കുമായിരുന്നു. കുമിച്ച് കല്ലുണ്ട്. ആ ലാസ്റ്റിന് എൻ്റെ ഭാര്യ ഞാനെ വിളിച്ച് കുറച്ച് തലയില്ല, ഇതങ്ങനെ പോയി അങ്ങനെ. നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ലോറി മുന്നോട്ട്. പക്ഷെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പാത അവസാനിച്ചതോടെ ലോറി ഉപേക്ഷിച്ച് രക്ഷപ്പെടാനായി ശ്രമം. പുറകിലൂടെ ബൈക്കിലെത്തിയ യുവാക്കളാണ് ഇരുവരെയും പിടികൂടിയത്. സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്ന ജോലികൾക്കായാണ് പാലക്കാട്ടു നിന്നും സംഘം നാട്ടികയിലെത്തിയത്. 5 ദിവസത്തെ പണി കൂടി കിട്ടിയതോടെ സംഘത്തിലെ കുറച്ചുപേർ മാത്രം വീണ്ടും ഇവിടെ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ദുരന്തം. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഉറ്റവരെ നഷ്ടപ്പെട്ടതിന്റെ കണ്ണീരാണെങ്ങും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ഇന്ന് കേരളം ഉണർന്നത് ഈ അതിദാരുണമായ ഈ ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ പരിക്കേറ്റതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നായിരുന്നു നമ്മൾ രാവിലെ കേട്ടത്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഒരാളുടെ ആരോഗ്യനില തൃപ്തികരമായിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. പക്ഷേ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ ഇവരെല്ലാവരെയും തന്നെ ഈ പരിക്കേറ്റ 7 പേരും ഉള്ളത്. അതിൽ 2 പേരുടെ നിലയാണ് അതിൽ ഗുരുതരമായി തുടരുന്നത്. ഒരാൾ
ഈ പ്രത്യേക റെഡ് സോൺ ആയിട്ടുള്ള അത്യാഹിത വിഭാഗത്തിലാണ് ഒരാളെ പാർപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ രണ്ടുപേരുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അല്പസമയത്തിനകം തന്നെ ഈ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തും. ഈ മരിച്ച ആളുകൾ എല്ലാവരും തന്നെ പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയ്ക്കാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി എം പി രാജേഷിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത്. 1:30 ഇവിടെ എത്തി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ തുടർ നടപടികൾ തീരുമാനിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 5 പേരുടെയും മൃതദേഹങ്ങൾ ഈ നാട്ടിലേക്ക് എത്തുന്നതിനടക്കമുള്ള നടപടികൾ ഈ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് സ്വീകരിക്കുന്നുണ്ട്. ആംബുലൻസ് അടക്കം സജ്ജീകരിച്ചുകൊണ്ട് ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. എന്തായാലും ഈ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തിയായി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. വിജയകുമാർ. സൂരജ്, ഈ ഡ്രൈവറും ക്ലീനറും ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നവർ അവരെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിരുന്നു. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കോടതിയിൽ ഹാജരാക്കുന്നതടക്കം ഈ തുടർ നിയമ നടപടികൾ എപ്പോഴായിരിക്കും? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടത്തിന് പിന്നാലെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഡ്രൈവറും ക്ലീനറും ശ്രമിച്ചത്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഒരു സമയോചിത ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് ഇന്ന് തൃപ്രയാർ ഏകാദശി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വലിയ ജനത്തിരക്കും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാരായ 2 പേർ ഈ ബൈക്കിൽ സഞ്ചരിച്ചെത്തിയാണ് ഇവരെ പിടികൂടുന്നത്. പക്ഷേ പിടികൂടിയ സമയത്ത് ഈ അലക്സും ജോസും അവർ ഈ വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവറാണ് എന്ന് വരുത്തി തീർക്കാൻ, അതായത് ഈ ജോസാണ് ശരിക്കും ഈ വാഹനത്തിന്റെ ഡ്രൈവർ, ക്ലീനർ ആയിരുന്ന അലക്സ് ആണ് വാഹനം ഓടിച്ചത്. പക്ഷേ ജോസാണ് വാഹനം ഓടിച്ചതെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ഈ നാട്ടുകാരുടെ കൃത്യമായ മൊഴി അത് പോലീസിന് ലഭിച്ചു. അങ്ങനെയാണ് ഈ ക്ലീനറാണ് വാഹനം ഓടിച്ചത് എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിയത്. എന്തായാലും ഇവർ മദ്യലഹരിയിലായിരുന്നു എന്ന പരാതി ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ വൈദ്യപരിശോധന നടത്തുകയും മദ്യലഹരിയിലായിരുന്നു ഇവരെന്ന് പോലീസ് ഔദ്യോഗികമായി തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരിപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പൂർത്തിയായ ശേഷമായിരിക്കും ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക എന്നുള്ളതാണ് നമുക്ക് എന്തായാലും വിവരം ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഈ പ്രതികൾ കസ്റ്റഡിയിലാണ്. 304 അതായത് നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് പ്രതികൾക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്ന. വിജയകുമാർ. യെസ്, സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. 3 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു. അതിൽ ഒരാൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. മറ്റു 2 പേരുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു. മന്ത്രി എം പി രാജേഷ് തൃശ്ശൂരിലേക്ക് എത്തുന്നുണ്ട്. ഈ ചികിത്സ അടക്കം അവിടുത്തെ മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രി എം പി രാജേഷിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് വിവിധ വാഹന അപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. തൃശ്ശൂരിൽ സ്കൂൾ ബസ് ലോറിയിൽ ഇടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. എറണാകുളം സിറ്റി ട്രാഫിക് SCPയുടെ വാഹനം ഇടിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. എറണാകുളത്ത് സിറ്റി ട്രാഫിക് SPയുടെ വാഹനമിടിച്ച് ചികിത്സയിലിരുന്ന ആൾ മരിച്ചു. എളന്തിക്കര സ്വദേശി ഫ്രാൻസിസ് ആണ് മരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തൃശൂർ മുണ്ടൂരിൽ സ്കൂൾ ബസ് ലോറിക്ക് പുറകിലിടിച്ചുണ്ടായ അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്ക്. തൃശൂർ മെഡിക്കൽ കോളേജ് മുണ്ടൂർ റോഡിൽ പഞ്ഞമൂല സ്റ്റോപ്പിന് സമീപം ഇന്ന് രാവിലെ 8:30 അപകടം നടന്നത്. ലോറി ഡ്രൈവർ സിംജോയ്ക്കാണ് പരിക്കേറ്റത്. സ്വകാര്യ സ്കൂൾ ബസ് പുറകിലിടിച്ചതിനെ തുടർന്ന് ലോറി നിയന്ത്രണം വിട്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകട സമയത്ത് ഒഡീഷ സ്വദേശികൾ ഉൾപ്പെടെ 5 പേർ ലോറിയിലുണ്ടായിരുന്നു. സ്കൂൾ ബസ് ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കോന്നി മല്ലശ്ശേരിമുക്കിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. മല്ലശ്ശേരിമുക്ക് സ്വദേശി ജയേഷിനാണ് പരിക്കേറ്റത്. ജയേഷിനെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം തിരൂർ കൂട്ടായിയിൽ കാർ 3 വാഹനങ്ങളിലിടിച്ച് അപകടമുണ്ടായി. നിയന്ത്രണം വിട്ട കാർ 2 ഇരുചക്ര വാഹനങ്ങളിലും ഒരു കാറിലുമാണ് ഇടിച്ചത്. പരിക്കേറ്റവരെ തിരൂരിലെ ഇമ്പിച്ചബാവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് 24. ഇടുക്കിയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ് സ്ത്രീക്ക് ദാരുണാന്ത്യം. ഉപ്പുതറ ചീന്തലാർ സ്വദേശി സ്വർണ്ണമ്മയാണ് മരിച്ചത്. കോട്ടയത്തു നിന്ന് കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു സ്വർണ്ണമ്മ. ഏറമ്പാടത്തെ കൊടും വളവിൽ ബസ് തിരിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഡോർ തുറന്ന് റോഡിലേക്ക് വീണ സ്വർണ്ണമ്മയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. സംഭവത്തിൽ ഉപ്പുതറ പോലീസ് കേസെടുത്തു. BJPയിൽ പൊട്ടിത്തെറി. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ചേരിപ്പോര് തുടരുന്നതിനിടെ BJPയുടെ നിർണായക നേതൃയോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. PK കൃഷ്ണദാസും MT രമേശും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. താൻ പങ്കെടുക്കേണ്ട യോഗമല്ല എന്നാണ് MT രമേശിന്റെ പ്രതികരണം. പാർട്ടിക്കുള്ളിലെ ഭിന്നതകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതനായി K സുരേന്ദ്രൻ പ്രതികരിച്ചു.
ഷവർ വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസമായിട്ട്. നിങ്ങൾ മഹാരാഷ്ട്രയിലെ, ഞാൻ പറയട്ടെ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 15 സീറ്റാണ്. നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല. പറയട്ടെ സഹോദര, ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റമ്പി, നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ വേറെ ജോലി അത് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട, ഞങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങൾ ബാക്കിയൊന്നല്ല. നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. തന്നെ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിച്ചു എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. ശോഭ എന്ത് ജോലി ചെയ്യണം എന്ന് അവർ തീരുമാനമെടുക്കാറുണ്ട്. ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതേസമയം കെ സുരേന്ദ്രന്റെ രാജിക്കായി നേതാക്കൾ സമ്മർദ്ദം ശക്തമാക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും നടത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, നേതൃയോഗം തുടരുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ്, സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രം ചർച്ച ചെയ്യുന്ന ഒരു യോഗം എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അതുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് എം ടി രമേശും പി കെ കൃഷ്ണദാസിനെ അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ പി കെ കൃഷ്ണദാസും അറിയിക്കുന്നു. യഥാർത്ഥത്തിൽ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രമായി ചർച്ച ഒതുങ്ങുമോ ഇന്നത്തെ യോഗത്തിൽ? വിജയകുമാർ, ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രമായി ചർച്ച ഒതുങ്ങില്ല. കാരണം ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂറിലധികം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ച നേതാക്കൾക്ക് തങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കുന്നതിന്, പറയുന്നതിന് ഒരു പ്രത്യേക സമയം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ആ സമയത്ത് സ്വാഭാവികമായും ഇത്തരം വാഗ്വാദങ്ങൾ, പ്രശ്നങ്ങൾ, വിവാദങ്ങൾ ഇതെല്ലാം ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ്. പരസ്യ പ്രതികരണം അടക്കമുള്ളവ അതിൽ ചർച്ചയ്ക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇരുഭാഗവും ആലോചിച്ചുറപ്പിച്ച് തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ അതൃപ്തി പരസ്യമാക്കി പി കെ കൃഷ്ണദാസും എം ടി രമേശും അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. നമ്മൾ എം ടി രമേശിനെ വിളിച്ചു ചോദിച്ചിരുന്നു പങ്കെടുക്കുന്നില്ലയോ എന്ന്. ആ ഘട്ടത്തിൽ പറഞ്ഞത് താൻ പങ്കെടുക്കേണ്ട പരിപാടിയല്ല, അത് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എം ടി രമേശിന്റെയും പി കെ കൃഷ്ണദാസിന്റെയും പേരുകൾ ആ വേദിയിൽ ഇരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോൾ 2 തവണ വിളിക്കുകയും ചെയ്തിരുന്നു. ഇതിന് കൃത്യമായ മറുപടി ഈ നേതാക്കൾ ഇനി എന്ത് പറയും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഒരു കാര്യം ഇതിൽ പറയേണ്ടത്, ഈ പാലക്കാട് നഗരസഭയിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മാത്രമല്ല നിലവിൽ ബി ജെ പിയിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നേരെ മറിച്ച് ബി ജെ പിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ അത് പൂർത്തിയായി പുതിയ ഭാരവാഹികൾ എത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിൽ അധികാരത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന നേതാക്കളുണ്ട്. നിലവിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം, ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം കിട്ടാത്ത സാഹചര്യം വന്നാൽ തിരിച്ച് കേരളത്തിൽ തന്നെ സജീവമാകാൻ വി മുരളീധരൻ ലക്ഷ്യമിടുന്നുണ്ട്. തൽക്കാലം കെ സുരേന്ദ്രനെ കൈവിട്ട് അദ്ദേഹം സ്വതന്ത്ര നിലപാടെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ശോഭാ സുരേന്ദ്രന് കാര്യമായി തന്നെ ഇതിൽ താല്പര്യമുണ്ട്. ഇന്ന് ശോഭ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. RSSന്റെ പിന്തുണ ശോഭാ സുരേന്ദ്രന് ഇതിൽ ലഭ്യവുമാണ്. അങ്ങനെ വിവിധ നേതാക്കൾ സംഘടനാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നുണ്ട്. കെ സുരേന്ദ്രന്റെ രാജിക്ക് മുറവിളി ശക്തമാകുന്നുണ്ട്. ഇതെല്ലാം സംഘടനാ തെരഞ്ഞെടുപ്പുമായി കൂട്ടിച്ചേർത്തുകൂടി വായിക്കേണ്ടതാണ്. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഉച്ചയ്ക്ക് ശേഷം ഇന്നത്തെ യോഗത്തിൽ തെരഞ്ഞെടുപ്പ്, പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ ചർച്ചയാകുന്നുണ്ട്. അതിൽ പ്രവർത്തനത്തിൽ പങ്കെടുത്ത നേതാക്കൾ അവരുടെ അനുഭവം പങ്കുവയ്ക്കാം എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചത്. അപ്പോൾ ആ ഘട്ടത്തിൽ പാലക്കാട്ടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പിലേറ്റ അപ്രതീക്ഷിത തിരിച്ചടി അടക്കം ചർച്ചയായേക്കും എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. മുസ്ലിം ലീഗ് കൗൺസിലർ ഫിറോസ് ബാബു സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ അനുമതി നൽകാത്തതാണ് തർക്കത്തിന് കാരണമായത്. അധ്യക്ഷയ്ക്ക് നേരെ പ്രതിഷേധം തുടർന്നപ്പോൾ പ്രതിരോധവുമായി എൻ ശിവരാജൻ നടുത്തളത്തിൽ ഇറങ്ങി. ആദ്യം ദൃശ്യങ്ങളിലേക്ക്.
നിഖിൽ പ്രമേശ് പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇത് മുസ്ലിം ലീഗ് അംഗം സംസാരിക്കാൻ എഴുന്നേറ്റതും അതിനെ തുടർന്ന് അധ്യക്ഷ അത് തടഞ്ഞതും ആ മട്ടിലുള്ള ഒരു ലഘുവായ പ്രശ്നമാണോ ഈ സംഘർഷത്തിലേക്ക് വഴിവെച്ചത്, അതോ അതിനപ്പുറം ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടോ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ? എന്താണ് യഥാർത്ഥ പ്രശ്നം കൗൺസിൽ ഇന്ന് നടന്നത് നിഖിൽ? വിജയകുമാർ, പാലക്കാട് നിലവിൽ രൂപപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ നമുക്കറിയാം. BJPക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തികൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തന്നെ C. കൃഷ്ണകുമാറിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്ന സാധ്യതകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. കൗൺസിലർമാരുടെ പോരായ്മയാണ്, നഗരസഭയുടെ പ്രവർത്തന മികവില്ലായ്മയാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായത് എന്നുള്ള വിവരങ്ങളും 18ഓളം കൗൺസിലർമാർക്കെതിരെയുള്ള പരാതിയുമൊക്കെ കഴിഞ്ഞ ദിവസം BJPയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ ചേരുന്ന കൗൺസിൽ യോഗം എന്നുള്ള നിലയ്ക്ക് ഇന്ന് വലിയ പ്രാധാന്യമാണ് അതിന് കൽപ്പിക്കപ്പെട്ടിരുന്നത്. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ 5 കൗൺസിലർമാർ ഈ കൗൺസിൽ യോഗത്തിൽ വെച്ച് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ച് അവരെ ഒരുപക്ഷെ കോൺഗ്രസ് പാളയത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം അടക്കം ഉണ്ടാകും എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മാധ്യമങ്ങളെല്ലാം തന്നെ ഈ കൗൺസിൽ യോഗം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നത്. പക്ഷെ അവിടെ അപൂർവമായി ഉണ്ടായ ഒരു നാടകീയത എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച രൂപപ്പെട്ടു വരുന്നു. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ അവിടെ വരുന്നു. അതിന് തുടക്കത്തിലെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ മുളയിലേ നുള്ളുന്ന സാഹചര്യം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് ഈ ചർച്ച ഇവിടെ രാഷ്ട്രീയം പറയാൻ അനുവദിക്കില്ല, ഇവിടെ നമ്മൾ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങളാണ് പറയേണ്ടതെന്ന് പറഞ്ഞ് അവരതിനെ ചർച്ച അതിനെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള സെയ്ദ് മീരാൻ ബാബു അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് മുന്നോട്ട് കടന്നു വരികയും എന്നാൽ അദ്ദേഹത്തെ അതിനെ അനുവദിക്കാതെ കോൺഗ്രസ് പ്രതിനിധി മൻസൂറിനെ സംസാരിക്കാൻ നഗരസഭാ അധ്യക്ഷ അനുവദിക്കുകയുമായിരുന്നു. ആ സമയത്ത് ഈ സെയ്ദും അതോടൊപ്പം തന്നെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനും തമ്മിൽ ശക്തമായിട്ടുള്ള വാക്പോര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നു. അതിനെ പ്രതിരോധിക്കാൻ ഈ നിലവിലത്തെ BJPയുടെ ദേശീയ കൗൺസിൽ അംഗവും നഗരസഭാ കൗൺസിലറുമായിട്ടുള്ള N. ശിവരാജൻ മുന്നോട്ട് കടന്നു വരികയും അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ, അദ്ദേഹത്തോട് ശാന്തനായി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടെത്തിയ കോൺഗ്രസിന്റെ പ്രതിനിധിയുമായ ഒരു വാക്പോരിലേക്ക് കാര്യങ്ങൾ മാറുകയും പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ മാറുകയുമായിരുന്നു. ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പൂർണ്ണമായി നിഴലിച്ചു നിന്നത് കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ, അതിൻ്റെ അനുരണനങ്ങൾ തന്നെയായിരുന്നു. പ്രധാനമായും BJP അംഗങ്ങൾ മുന്നോട്ട് വെച്ചൊരു കാര്യം ഈ യൂസർ ഫീ, അതായത് വ്യാപാരികൾക്ക് അമിതമായി ഈടാക്കി വരുന്ന യൂസർ ഫീ, മറ്റ് ജില്ലകളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് പാലക്കാട് മാത്രം നടത്തി വരുന്ന യൂസർ ഫീ അത് പിൻവലിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു BJP അംഗങ്ങൾ ഇന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദം. അതിന്മേൽ വലിയ ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ നടന്നു. ഇപ്പോഴും നഗരസഭാ കൗൺസിൽ യോഗം ഇപ്പോൾ ഞാനുള്ള ഈ നഗരസഭാ കെട്ടിടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിൽ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ വാക്പോരിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഏറെ നേരം ഈ ലീഗ് അംഗവും കോൺഗ്രസ് അംഗവും സംസാരിക്കാൻ തയ്യാറായതിനെ അനുവദിക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കം ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് കൗൺസിൽ അംഗങ്ങൾ തന്നെ ചേർന്നുകൊണ്ട് ആ നീക്കങ്ങൾക്ക് തടയിടുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ കൗൺസിൽ യോഗം സമാധാനപരമായി പുരോഗമിക്കുകയാണ്. രാഷ്ട്രീയ ചർച്ചകൾ ഈ കൗൺസിൽ യോഗത്തിലേക്ക് കടന്നു വന്നതാണ് ഇത്തരത്തിലുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ ഇടയാക്കിയത്. വിജയകുമാർ. യെസ്, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗം ഇടയ്ക്ക് തർക്കത്തിൽ കയ്യാങ്കളിയിലൊക്കെ കലാശിച്ചെങ്കിലും ഇപ്പോഴും യോഗം തുടരുകയാണ്. ഒരു പക്ഷേ എന്തെങ്കിലും ഈ യൂസേഴ്സ് ഫീ അടക്കമുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമോ എന്നറിയണം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അത് പാലക്കാട് നഗരസഭയിൽ വലിയ ചർച്ചയായിരുന്നു. BJPക്കെതിരെ വ്യാപാരികളിൽ നിന്നൊക്കെ വലിയ എതിർപ്പും ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മറ്റൊരു പ്രധാന വാർത്ത ഇപ്പോൾ വരുന്നു. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് 72 കോടി രൂപ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം. വിവിധ സംസ്ഥാനങ്ങൾക്കായി 1115.67 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, ഇതേത് അക്കൗണ്ടിലാണ് ഈ പണം കേരളത്തിന് അനുവദിച്ചത്? നമ്മൾ വയനാട് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ കണക്ക് കൊടുത്തിരുന്നു. ഇന്നലെ KV തോമസ് ധനമന്ത്രിയെ കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ കേരളത്തിന് സഹായം പാക്കേജ് ഉടൻ അനുവദിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതും ഈ 72 കോടിയുമായി ബന്ധമൊന്നുമില്ലല്ലോ അല്ലേ?
വിജയകുമാർ, ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കേരളം സമർപ്പിച്ച ഈ വയനാട് ചൂരമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ബന്ധമില്ല ഈ ഒരു സാമ്പത്തിക സഹായത്തിന് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, പ്രത്യേകിച്ച് മണ്ണിടിച്ചിലടക്കമുള്ള ദുരന്തങ്ങൾ ലഘൂകരിക്കുന്നതിനും അതിനെതിരായ തയ്യാറെടുപ്പുകൾക്കുമായുള്ള തുകയാണ് ഈ തുക കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്. 1115.67 കോടിയാണ് വിവിധ സംസ്ഥാനങ്ങൾക്കായി നൽകിയിരിക്കുന്നത്. അതിൽ കേരളത്തിനും കർണാടകത്തിനും 72 കോടി രൂപ വീതമാണ് നൽകിയിരിക്കുന്നത്. ഉത്തരാഖണ്ഡിന് 139 കോടി രൂപ, ഹിമാചൽ പ്രദേശിന് 139 കോടി രൂപ, മഹാരാഷ്ട്രയ്ക്ക് 100 കോടി രൂപ, കൂടാതെ തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും 50 കോടി രൂപ വീതം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് 378 കോടി രൂപ എന്നിങ്ങനെയാണ് ഈ തുക നൽകിയിരിക്കുന്നത്. ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കും മണ്ണിടിച്ചിലടക്കമുള്ള ദുരന്തങ്ങൾക്കായി സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾക്കുമായാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതാധികാര സമിതിയാണ് ഈ തുകയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. മണ്ണിടിച്ചിലടക്കമുള്ള ദുരന്തങ്ങൾ, അതിനെതിരായി സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. വയനാട് ദുരന്തം അടക്കമുള്ള മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഈ തുക വകയിരുത്താമോ എന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. വിജയകുമാർ, ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിന് 72 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയാണ് ഈ തീരുമാനം. ഇത് ഏതൊക്കെ അക്കൗണ്ടിലേക്കാണ് ഇത് വിനിയോഗിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള മാർഗരേഖ ഒരുപക്ഷെ അതും സംസ്ഥാനത്തിന് കൈമാറും എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം. ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75ാം വാർഷികാഘോഷ നിറവിലാണ് രാജ്യം. നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്ന പ്രമേയത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് തുടക്കമായി. ഭരണഘടന രൂപം കൊണ്ട പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാൾ തന്നെയാണ് ചരിത്രപരമായ ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷ ചടങ്ങിനും സാക്ഷ്യം വഹിച്ചത്. സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരു സഭകളുടെ അധ്യക്ഷന്മാരും ചേർന്ന് സ്വീകരിച്ച് ആനയിച്ചു. ഭരണഘടനാ ദിനാശംസകൾ നേർന്ന രാഷ്ട്രപതി പൗരാവകാശങ്ങളുടെ കാവലാളും സമൂഹത്തിന്റെ നെടുംതൂണുമാണ് ഭരണഘടനയെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഓരോ പൗരനും ഉയർത്തിപ്പിടിക്കണമെന്നും ആഹ്വാനം ചെയ്തു. संविधान हमारे देश का सबसे पवित्र ग्रंथ है. हमारे संविधान हमारे लोकतांत्रिक गणतंत्र की सुदृढ़ आधारशिला है. हमारा संविधान हमारे सामूहिक और व्यक्तिगत स्वाभिमान को सुनिश्चित करता है. രാജ്യത്തിനിത് അഭിമാന നിമിഷമെന്ന് സ്വാഗത പ്രസംഗത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ഭരണഘടനാ ദിനം ഓർമ്മപ്പെടുത്തുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ സ്മാരകമായി നാണയവും സ്റ്റാമ്പും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. സംസ്കൃതം, മൈഥിലി ഭാഷകളിലുള്ള ഭരണഘടനാ പകർപ്പുകളും ചടങ്ങിൽ പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും വേദിയിലിരുന്നു. വൈകിട്ട് 5 മണിക്ക് സുപ്രീം കോടതിയിൽ നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. 24 ഡൽഹി. തുല്യനീതിയും പൗരന്റെ അവകാശങ്ങളും ഉറപ്പു നൽകുന്ന ഭരണഘടന ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ നട്ടെല്ലാണ്. ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ് നമ്മുടെ ഭരണഘടന. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തും പൊരുളും ഭരണവർഗങ്ങളുടെ കണ്ണെത്താ ദൂരങ്ങളിൽ ജീവിക്കുന്ന അബല മനുഷ്യരുടെ പിടിവള്ളി.
ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ മഹത്തായ കാവൽ രേഖ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടിട്ട് 75 വർഷം തികയുകയാണ്. നവംബർ 26 ഭരണഘടനയുടെ അന്തിമ രൂപത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകി. ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഭരണഘടന വിഭാവനം ചെയ്തു. ഓരോ പൗരനും നീതിയും സമത്വവും ഉറപ്പുവരുത്തണമെന്ന് ഭരണഘടന അടിവരയിട്ടു. സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഭരണഘടനയുടെ ആദ്യ ആമുഖത്തിന്റെ ഭാഗമായിരുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ഭരണഘടനാ ഭേദഗതിയിലൂടെ സോഷ്യലിസം ഭരണഘടനയുടെ ആമുഖത്തിൽ ഇടം പിടിച്ചു. ഇതുവരെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉണ്ടായിട്ടുള്ള ഏക ഭേദഗതിയായിരുന്നു ഇത്. രണ്ട് വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ട് എഴുതി തീർത്തതാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടനാ അസംബ്ലി യോഗങ്ങളിൽ പലതരം ചർച്ചകളും തിരുത്തിയെഴുതലുകളും നടന്നു. രാജ്യത്തിന്റെ പരമോന്നത നിയമസംഹിത എഴുതിക്കൂട്ടുന്നതിന് ഡോക്ടർ ഭീംറാവ് അംബേദ്കർ കണ്ണും കരുത്തുമായി നിന്നു. അംഗീകാരം ലഭിച്ചതിനും പ്രാബല്യത്തിൽ വന്നതിനും ഇടയിലുള്ള 2 മാസക്കാലം ഭരണഘടനയുടെ കരടിന്റെ വിശദമായ വായനയ്ക്ക് മാറ്റിവെച്ചു. ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തു. 1950 ജാനുവരി 24 ഭരണഘടനയുടെ 2 കൈയെഴുത്ത് പ്രതികളിൽ ഭരണഘടനാ അസംബ്ലി അംഗങ്ങൾ ഒപ്പുവെച്ചു. 1950 ജാനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. പലകുറി പല രൂപത്തിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇപ്പോഴും ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി നിലനിൽക്കുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഈ രാജ്യത്തിന്റെ കരുത്തുറ്റ ഭരണഘടന തന്നെ. റിസർച്ച് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താ മഴ കടക്കുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം സമവായത്തിലേക്കെന്ന് സൂചന. അവകാശവാദത്തിൽ നിന്ന് ഏകനാഥ് ഷിൻഡെ പിന്മാറി എന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രി പദവികൾ സംബന്ധിച്ചും മുന്നണികൾക്കിടയിൽ ധാരണയായിട്ടുണ്ട്. അടുത്ത മാസം 1 സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഏകനാഥ് ഷിൻഡെ പിന്മാറുകയാണോ? അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദവിയിൽ അജിത് പവാറും ഷിൻഡെയും തുടരുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുന്നു. ഈ ധാരണ ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടോ? വിജയകുമാർ, ഇന്നാണ് നിലവിലെ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. അതിന് മുന്നോടിയായി ഇന്നിപ്പോൾ രാജ്ഭവനിലെത്തി ഏകനാഥ് ഷിൻഡെ രാജിക്കത്ത് സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ കാവൽ മുഖ്യമന്ത്രിയായി ഗവർണർ നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ സമയമൊക്കെ ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാറും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആരാണ് പുതിയ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിൻ്റെ സൂചനകളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ദീപക് കേസർക്കർ അദ്ദേഹത്തിൻ്റെ അടുത്ത വിശ്വസ്തനാണ്, ഷിൻഡെ വിഭാഗത്തിലെ പ്രബലനായ നേതാവാണ്. അദ്ദേഹം പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവർ എടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതായത് വലിയ തർക്കങ്ങൾക്ക് ഷിൻഡെ വിഭാഗം ഇനി പോകില്ല എന്ന സൂചനയാണ് ആ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. മാത്രമല്ല, തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് തൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇനി പ്രവർത്തകരാരും തടിച്ചുകൂടേണ്ടെന്ന് ഏകനാഥ് ഷിൻഡെ തന്നെ പറയുന്ന സാഹചര്യവുമുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ ഒരു തർക്കത്തിൽ നിന്ന് ഷിൻഡെ വിഭാഗം പുറകോട്ട് പോവുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ BJP ദേശീയ നേതൃത്വവും ഫട്നാവിസ് തന്നെ ആകണം എന്നുള്ള നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ അമിത്ഷാ തന്നെ ഇക്കാര്യം ഷിൻഡെയെ നേരിട്ട് അറിയിക്കാനാണ് സാധ്യത. നേരത്തെ RSSും ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. അജിത് പവാറിന്റെ പിന്തുണയും ഫട്നാവിസിനുണ്ട്. ഇനിയിപ്പോൾ സത്യപ്രതിജ്ഞ എന്നാകും എന്ന കാര്യത്തിൽ കൂടി ചില വിവരങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഡിസംബർ 1 സത്യപ്രതിജ്ഞ നടക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അന്ന് മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രിമാർ എന്നിവർക്കൊപ്പം തന്നെ 20 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും. സംസ്ഥാനത്ത് 43 മന്ത്രിമാർക്കാണ് സാധ്യത. 21 മന്ത്രിസ്ഥാനം BJPക്ക് തന്നെ ലഭിക്കും. 12 ശിവസേനയ്ക്കും 10 NCPക്ക് ലഭിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതായാലും BJPയുടെ പക്കൽ തന്നെയായിരിക്കും. പക്ഷേ നഗരവികസനം അടക്കമുള്ള വകുപ്പുകൾ ലഭിക്കണമെന്ന് ഷിൻഡെ വിഭാഗം ഇപ്പോൾ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. വിജയകുമാർ. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും എന്നത് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ഷിൻഡെയുടെ അടുത്ത അനുയായികൾ അത് പറയാതെ പറയുന്നുണ്ട്. BJP ദേശീയ നേതൃത്വം പ്രധാനമന്ത്രിയും അമിത്ഷായും എടുക്കുന്ന തീരുമാനം അംഗീകരിക്കുമെന്നാണ് ശിവസേന നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പട്ടിയിൽ നിന്ന് ആദിവാസി കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചതിൽ വനം വകുപ്പ് സെക്ഷൻ ഓഫീസർ T കൃഷ്ണന് സസ്പെൻഷൻ. വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര ആക്ഷേപങ്ങളാണുള്ളത്.
തിടുക്കത്തിൽ കുടിയൊഴിപ്പിച്ചത് വനം വകുപ്പിന് അവമതിപ്പുണ്ടാക്കിയെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരാക്ഷേപമുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ചില്ല. ടി കൃഷ്ണന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ചയെന്നും റിപ്പോർട്ട് പറയുന്നു. ആദിവാസികളെ ഇറക്കിയത് 16 വർഷമായി താമസിക്കുന്ന ഭൂമിയിൽ നിന്നു തന്നെയെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. അതേസമയം ഈ കുടുംബങ്ങൾക്ക് കുടിൽകെട്ടുന്ന നടപടി ആരംഭിച്ചു. കുടിയൊഴിപ്പിച്ച അതേ സ്ഥലത്തു തന്നെ കുടിൽകെട്ടി നൽകുമെന്നായിരുന്നു വനം വകുപ്പ് ആദ്യം അറിയിച്ചത്. എന്നാൽ വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്കായി മാറ്റിവെച്ച ഭൂമിയിലാണ് ഇപ്പോൾ കുടിൽകെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 7:45 3 കുടുംബങ്ങളെ കുടിൽ പൊളിച്ച് അവിടെ നിന്നും മാറ്റാൻ ശ്രമിച്ചത്. ഇവിടെ നിന്നും മാറ്റുമെന്ന് അറിയിപ്പ് ഇവർക്ക് ലഭിച്ചിരുന്നെങ്കിലും ബദൽ സംവിധാനമൊരുക്കാതെ മാറ്റിയതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. രാത്രി മുഴുവൻ താമസ സൗകര്യമില്ലാതെ കുടുംബങ്ങൾ വനത്തിനുള്ളിൽ കഴിഞ്ഞു. ടി സിദ്ദിഖ് എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചപ്പോഴാണ് ഇവരെ ഡോർമെട്രിയിലേക്ക് മാറ്റിയത്. പൊളിച്ചു മാറ്റുന്നതിന് നിരന്തരം വാക്കാൽ നിർദ്ദേശം നൽകിയതാണെന്നും കുടുംബങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ കുടിലുകൾ പൊളിച്ചു മാറ്റിയതെന്നും കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ അറിയിച്ചു. കുടിലുകൾ പൊളിച്ചു നീക്കിയതിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 24 വയനാട്. വയനാട്ടിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആദിവാസികളുടെ കുടിലുകൾ മാറ്റിയ സംഭവത്തിൽ വിമർശനവുമായി മന്ത്രി OR കേളു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നടപടി തെറ്റാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നടപടി ആരോടും ആലോചിക്കാതെയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതൊരു പാടില്ലാത്ത കാര്യമാണല്ലോ. അത് അവര് അറിയാലോ, ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായിട്ട് ഇടപെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇന്നലെ തന്നെ ഇടപെട്ടു, വനമന്ത്രിയായിട്ട് സംസാരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ ഈ 2 നടപടി. ഒന്ന്, ഈ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നിയമപരമായിട്ട് നടപടിയെടുക്കുമെന്നുള്ളതും പൊളിച്ച സ്ഥാനത്ത് തന്നെ അവർക്ക് ആ വീടുകൾ കെട്ടിക്കൊടുക്കുമെന്നുള്ള ഒരു പൊതു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. തോൽപ്പെട്ടിയിൽ കുടിയൊഴിപ്പിച്ച ആദിവാസികൾക്കായി ഇപ്പോൾ കുടിലുകൾ കെട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ആദിവാസികൾക്കായി മാറ്റിവെച്ച ഭൂമിയിലാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കുടിൽ കെട്ടുന്നത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും. മിഥില, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം പാകം ചെയ്തത് എടുത്തെറിഞ്ഞ്, കുട്ടികളുടെ പഠിക്കാനുള്ള പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞ്, അവരുടെ സകലതും നശിപ്പിച്ചിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ ആ കുടിലുകൾ പൊളിച്ചു മാറ്റിയത്. ഇപ്പോൾ പ്രതിഷേധം ശക്തമായപ്പോൾ അത് കെട്ടിക്കൊടുക്കുകയാണ്. അതിനപ്പുറം കൂടുതൽ നടപടികൾ ഉണ്ടാകുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തതിൽ ഒതുങ്ങുമോ ഈ ക്രൂരതയ്ക്കെതിരായ വകുപ്പുതല നടപടികളൊക്കെ? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കും എന്നു തന്നെയാണ് വനം വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ആ കുടുംബങ്ങളുടെ പ്രതികരണം കേട്ടതാണ്. അവർ ആ ദിവസം അനുഭവിച്ച ഒരു വിഷമവും രാത്രിയിൽ അവർക്ക് നേരിടേണ്ടി വന്ന ദുരിതവും എല്ലാം ഇന്നലെ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടതാണ്. ടി സിദ്ദിഖ് എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് ഓഫീസിനുള്ളിൽ വരെ കയറി പ്രതിഷേധം നടത്തേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു പിന്നീട് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്നും ഈ കുടുംബങ്ങളെ ഡോർമെട്രിയിലേക്ക് മാറ്റാനും തീരുമാനമുണ്ടാവുകയും രാത്രി തന്നെ ഇവരെ മാറ്റുകയും ചെയ്തത്. വളരെ ക്രൂരമായ ഒരു നടപടിയായിരുന്നു വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇന്നലെ നമ്മൾ കണ്ടത്. ഞായറാഴ്ച രാവിലെ 7:30 ഈ ഒരു സംഭവം ഉണ്ടായത്. ആ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു നടപടി വനം വകുപ്പിനെതിരെ ഉയർന്നതും അവരെ ഡോർമെട്രിയിലേക്ക് മാറ്റിയിട്ടുമുള്ളത്. ഈ ഒരു സംഭവത്തിൽ ഏറ്റവും പുതിയ വാർത്ത എന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. മാനന്തവാടി DFOയോടും ഒപ്പം തന്നെ വയനാട് ജില്ലാ കളക്ടറോടും 15 ദിവസത്തിനകം എന്താണ് അവിടെ സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ പൊളിച്ചു മാറ്റിയ സ്ഥലത്തു തന്നെ ഇവർക്ക് കുടിൽ കെട്ടി നൽകും എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ കുടിൽ കെട്ടുന്നത് വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്കായി നൽകിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ കുടിൽ കെട്ടി നൽകുന്ന നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ഈ കുടിലിന്റെ നിർമ്മാണം പൂർത്തിയാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. വിജയകുമാർ. അവർക്ക് അവരുടെ കുടിലുകളിലേക്ക് ഇന്ന് മടങ്ങാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഡോർമെട്രിയിലാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഡോർമെട്രിയിലാണ് അവർ താമസിക്കുന്നത്. ആദിവാസികൾക്കായി മാറ്റിവെച്ച ഭൂമിയിൽ വനം വകുപ്പ് ഇപ്പോൾ കുടിൽ കെട്ടി നൽകുന്നുണ്ട്. മിഥിലയാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. ഇടുക്കി ഏറമ്പാടത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് തെറിച്ചു വീണു സ്ത്രീ മരിച്ച സംഭവത്തിൽ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ബസ് വളവ് തിരിഞ്ഞപ്പോൾ സ്വർണ്ണമ്മ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, ഇത്
ഈ വാഹനം, ഈ ബസ് അമിത വേഗത്തിലായിരുന്നോ? എന്താണ് ഇതിൽ കാരണമായത്? ഡോർ അടയാതിരുന്നതോ? എന്താണ് ഇങ്ങനെ തെറിച്ച് റോഡിലേക്ക് വീഴാൻ കാരണമായതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിജയകുമാർ, ഈ ബസ് അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അമിത വേഗതയിൽ വളവ് വീശിയപ്പോൾ അതിന്റെ അകത്ത് നിന്നിരുന്ന സ്വർണ്ണമ്മയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഡോറിലേക്ക് തെറിച്ച് വീഴുകയുമായിരുന്നു. അതിനുശേഷം ആ ഡോറ് തുറന്ന് റോഡിലേക്ക് വീഴുകയായിരുന്നു. റോഡിൽ തലയിടിച്ചാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറമ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിന് 100 മീറ്റർ മുൻപിൽ നിന്നാണ് ഈ സ്വർണ്ണമ്മ വാഹനത്തിൽ കയറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി, ഉപ്പുതറയിലേക്ക് പോകുന്നതിന് വേണ്ടി ഏറമ്പാടത്ത് നിന്ന് ബസ്സിൽ കയറിയതാണ്. അതിനുശേഷം ഒരു വളവെത്തിയപ്പോഴേക്കും ഈ അപകടം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യവും വ്യക്തവുമാണ്. ബസ് അമിത വേഗതയിലായിരുന്നു. ആ വളവ് നല്ല രീതിയിൽ തന്നെ തിരിഞ്ഞിട്ടുണ്ട്. അത് ഒരാൾ ആ ഡോറിലേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡോറ് തുറന്നു പോകുന്ന അത്രയും വേഗതയിലേക്ക് ഒരാൾ എത്തിച്ചേരാനുള്ള ഒരു സ്പീഡ് ആ ബസ്സിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, പഴയ മോഡൽ ബസ്സാണ്, എയർ ഡോറുകളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മാനുവൽ ഡോർ ആയതുകൊണ്ട് തന്നെ അതിന്റെ കൈപ്പിടി അല്ലെങ്കിൽ അതിന്റെ ആ ലോക്ക് തട്ടിയാൽ തുറക്കുന്നതാണ്. അങ്ങനെ തെറിച്ചു വീണപ്പോൾ ഒരുപക്ഷെ സ്വർണ്ണമ്മ ആ ലോക്കിൽ തട്ടിയിട്ടുണ്ടാകാം, അങ്ങനെ ആ ഡോർ തുറന്നിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിലേക്കും പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും ഉപ്പുതറ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിജയകുമാർ, CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. KSRTC ബസ് അമിത വേഗത്തിലായിരുന്നു. വളവ് തിരിഞ്ഞപ്പോൾ ആ ബസ്സിൽ നിൽക്കുകയായിരുന്ന സ്വർണ്ണമ്മയ്ക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും അവർ ഡോറിലൂടെ പുറത്തേക്ക് വീഴുകയുമായിരുന്നു എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസ് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ആത്മകഥാ വിവാദം ആസൂത്രിതമെന്ന് ആവർത്തിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പാർട്ടിക്കകത്തും പുറത്തും തന്നെ തകർക്കാൻ ഗൂഢാലോചനയുണ്ട് എന്നാണ് EP ജയരാജന്റെ പ്രതികരണം. വിഷയത്തിൽ തുടരന്വേഷണ സാധ്യതകൾ സർക്കാർ പരിശോധിക്കും. ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന ആത്മകഥാ വിവാദത്തിൽ മുൻ നിലപാട് ആവർത്തിക്കുകയാണ് EP ജയരാജൻ. DC ബുക്സുമായി ഔദ്യോഗിക കരാറില്ല. പ്രസാധകർ പാലിക്കേണ്ട മാന്യത DC ബുക്സ് കാണിച്ചില്ല. പാർട്ടിക്കകത്തും പുറത്തും തന്നെ തകർക്കാൻ ആസൂത്രിത ഗൂഢാലോചന നടന്നുവെന്നും EP. പാർട്ടിയെ പരാജയപ്പെടുത്തുക, ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തുക, അതുവഴി പാർട്ടിക്കകത്തും പുറത്തും എന്നെ ഇടിച്ച് തകർക്കുക, ഇത് ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ്. ഇത് പാർട്ടി എനിക്ക് നേരെ നടക്കുന്ന ആക്രമണം പാർട്ടിയെ തകർക്കാനുള്ളതാണ്. എന്നോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിരോധം തോന്നേണ്ട കാര്യമില്ല. ഞാൻ പാർട്ടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ ആക്രമിക്കാൻ പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കുക. അതേസമയം ആത്മകഥാ വിവാദത്തിൽ സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിച്ചേക്കും. കോട്ടയം ജില്ലാ പോലീസ് മേധാവി DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും നടപടി. DC ബുക്സ് ഉടമ രവി DC, പരാതിക്കാരനായ EP ജയരാജൻ, DC ബുക്സിലെ ജീവനക്കാർ എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത്. 24 കണ്ണൂർ. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ പരിഹസിച്ച് CPI മുഖപത്രം ജനയുഗത്തിൽ ലേഖനം. മണ്ണാർക്കാട് നിയമസഭാ സീറ്റ് കച്ചവട ചരക്കാക്കാൻ താല്പര്യമില്ലെന്ന് CPI തുറന്നു പറഞ്ഞതോടെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയതെന്നാണ് വിമർശനം. സന്ദീപ് വാര്യരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞ വ്യവസ്ഥ ഇതാണ്: ആശയപരമായ മാറ്റമാണെങ്കിൽ സംസാരിക്കാം, ആശയപരമായ മാറ്റമാണെങ്കിൽ ഇത് കണ്ടീഷനായിരുന്നു. രണ്ടാമത്തെ വ്യവസ്ഥ, ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല, നത്തിങ് ടു ഓഫർ. CPI പോലത്തെ പാർട്ടിക്ക് നിങ്ങളെപ്പോലത്തെ ആൾക്ക് തരാൻ വേണ്ടി കയ്യിലൊന്നുമില്ല. സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സാർന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ മറ്റൊന്നും തരാനില്ല എന്ന് CPI സംസാരിച്ച വേളയിൽ ഖണ്ഡിതമായി പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ബിനോയ് വിശ്വത്തെ ഏറെ ബഹുമാനിക്കുന്നൊരു നേതാവാണ്. അദ്ദേഹം ഈ ചർച്ച എന്ന് ഉദ്ദേശിച്ചത്, അദ്ദേഹം ഈ ഫോണിൽ വിളിച്ച് എന്നെ സ്വാഗതം ചെയ്ത് തന്നെയാണോ ചർച്ച എന്ന് ഉദ്ദേശിച്ച് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ ഈ വാക്ക്, അദ്ദേഹം പ്രയോഗിച്ച വാക്ക് ഇതാണ്. ആ മലയാളത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രയോഗമാണ് എന്നെ അത് ഓർമ്മിച്ച് വയ്ക്കാൻ. സ്വച്ഛന്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ CPIയിലേക്ക് സ്വാഗതം എന്നാണ് പറഞ്ഞത്. അങ്ങോട്ടാണ് CPI സമീപിച്ചത്. ഞാൻ ഒരിക്കലും CPIയുടെ ഒരു നേതാവിനെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഒരു നേതാവിനെ ഞാൻ പോയി കണ്ടിട്ടില്ല, അവരെന്നെയും വന്ന് കണ്ടിട്ടില്ല. ഫോണിൽ 2 കോളുകൾ, അതിലപ്പുറം ഒന്നുമില്ല. ഒരു പാർട്ടിയും കാലുമാറ്റക്കാരെ പ്രതീക്ഷിച്ചിരിക്കരുത് എന്നാണ് ജനയുഗത്തിലെ പ്രധാന വിമർശനം. സന്ദീപ് വാര്യർ CPIയുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് ബിനോയ് വിശ്വം വെളിപ്പെടുത്തിയത് ദിവസങ്ങൾക്ക് മുൻപ്. അതിന് സന്ദീപിന്റെ മറുപടിയും പിറകെ വന്നു. മണ്ണാർക്കാട് സീറ്റിനെ ചൊല്ലിയാണ് സന്ദീപ് വാര്യർ പിണങ്ങിയത് എന്നാണ് ലേഖനം. സീറ്റ് നൽകില്ലെന്നറിയിച്ചതോടെ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ അഭയം പോയി. CPIയുടെ എല്ലാ കാലത്തെയും നിലപാട് കാലുമാറ്റക്കാരെ സ്വീകരിക്കുന്നതല്ല എന്നും ജനയുഗം ലേഖനത്തിൽ പറയുന്നു. KV തോമസിന്റെ CPIM പ്രവേശനത്തെയും വിമർശിച്ചാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. കുഴിയാനയെ ആനയാക്കരുത്, കാക്കയ്ക്ക് വെള്ളപൂശരുത് എന്നും പരിഹാസം. കാലുമാറ്റക്കാർക്ക് പ്രൊബേഷൻ കാലം പ്രഖ്യാപിക്കണം. 5 വർഷം സീറ്റും ബോർഡ് സ്ഥാനങ്ങളും നൽകരുതെന്നും ലേഖനത്തിൽ പറയുന്നു.
വിമർശനം സന്ദീപ് വാര്യർക്ക് നേരെയെങ്കിലും കൊള്ളുന്നതത്രയും CPIM കൂടിയാണ്. 24 തിരുവനന്തപുരം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി വിധി പറയാൻ മാറ്റി. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത മാസം 3 വിധി പറയും. പ്രതി PP ദിവ്യയുടെയും സാക്ഷികളുടെയും ഫോൺ കോൾ രേഖകൾ കളക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ എന്നിവയും ശേഖരിച്ച് സൂക്ഷിക്കണമെന്ന ഹർജിയിൽ ആവശ്യം. പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് കുടുംബത്തിന്റെ അഭിഭാഷക പ്രതികരിച്ചു. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്ക് കേസ് കൈമാറണമെന്നാവശ്യപ്പെടുന്നത് കുടുംബം പരിഗണിക്കുന്നുണ്ട്. പ്രശാന്തിൻ്റെ നമ്പർ സംബന്ധിച്ചുള്ള യാതൊന്നും ഈ റിപ്പോർട്ടിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇതിലാണ് ഇന്ന് വാദം നടന്നത്. ഇത് വിധി പറയുന്നതിലേക്ക് ഡിസംബർ 3 മാറ്റിവെച്ചിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ, അത് പിന്നീട് ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബവുമായി ആലോചിച്ച് ഈ കേസിൻ്റെ അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരാലോചന മിക്കവാറും നടത്തേണ്ടി വരും. ഇത് നമ്മൾ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഈ റിപ്പോർട്ട്. അതുകൊണ്ട് ബാക്കി കുടുംബവും ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. പാലക്കാട്ട് നിന്നൊരു ദാരുണ വാർത്ത വരുന്നുണ്ട്. ഒറ്റപ്പാലത്ത് 4 വയസ്സുകാരൻ കിണറിൽ വീണു മരിച്ചു. ജിഷ്ണു എന്ന ഉണ്ണിക്കുട്ടൻ്റെ മകൻ അദ്വിലാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ നൽകും. നിഖിൽ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇന്ന് രാവിലെ 11:30 കൂടിയാണ് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഒറ്റപ്പാലം ചുനങ്ങാട് കിഴക്കേതിൽ തൊടി വീട്ടിൽ ജിഷ്ണു എന്ന ഉണ്ണിക്കുട്ടന്റെ മകൻ അദ്വിലാണ് മരിച്ചത്. ഈ അദ്വിൽ ഇന്ന് രാവിലെ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ആൾമറയില്ലാത്ത കിണറ്റിൽ ഈ കുട്ടി അബദ്ധത്തിൽ വീണു പോകുന്നത്. ആ കുട്ടിക്ക് പരിചിതമായ പ്രദേശമാണ്, എന്നിരിക്കെ പോലും ഓടി കളിക്കുകയായിരുന്നു. അതിനിടെ ഈ കുട്ടി കിണറ്റിനകത്തേക്ക് വീഴുകയായിരുന്നു. ബന്ധുക്കളുടെ നിലവിളി കേട്ട് പ്രദേശത്തുണ്ടായിരുന്ന ആളുകളൊക്കെ വളരെ വേഗത്തിൽ ഓടിയെത്തി ഈ കിണറ്റിലേക്ക് ഇറങ്ങി കുട്ടിയെ പുറത്തേക്കെടുത്തെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ഈ കിണറ്റിലേക്ക് ഇറങ്ങി കുട്ടിയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ അടുത്തുള്ള ആളുകളൊക്കെ നടത്തി. പഴയൊരു കിണറാണ്, അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇറങ്ങി താഴെ എത്തുന്നതിനൊക്കെ പരിമിതി ഉണ്ടായിരുന്നു. എന്തായാലും കുട്ടിയെ മുകളിലേക്ക് എത്തിക്കുമ്പോഴേക്കും തന്നെ അനക്കമില്ലാതിരുന്നു. നന്നായി വെള്ളം അകത്ത് ചെല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് ജീവൻ നഷ്ടമായത്. 11:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ ജീവൻ നഷ്ടമായിരുന്നു. വിജയകുമാർ. ശരണം സന്നിധാനം സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഉച്ചവരെ 45,000-ഓളം തീർത്ഥാടകർ സന്നിധാനത്തെത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ പമ്പയിൽ കൂടുതൽ കൗണ്ടറുകൾ തുറന്നേക്കും. പുലർച്ചെ മുതൽ തുടങ്ങിയ തിരക്ക് രാവിലെ 10 മണി വരെ നീണ്ടു. ആദ്യ മണിക്കൂറുകളിൽ 20,000-ന് മുകളിൽ ഭക്തരാണ് മലകയറിയെത്തിയത്. 18-ാം പടി ചവിട്ടിയെത്തിയ തീർത്ഥാടകർ രാവിലെ 1 മണിക്കൂറോളം കാത്തുനിന്നാണ് ദർശനം നടത്തിയത്. പമ്പയിൽ വരുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തെ കയറിയതാണ്. ഇതുവരെ കുറേ നേരം ലേറ്റായിട്ടാണ് കയറിയത്. ഇവിടെ എത്തുമ്പോഴേ നട അടയ്ക്കുകയും ചെയ്തു. അത്രയും തിരക്കായിരുന്നു. ഇന്നലെ 81,870 പേർ ദർശനം നടത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി 12,748 ഭക്തരെത്തി. നാളെയാണ് ശബരിമലയിൽ 12 വിളക്ക്. ഇതിന് പിന്നാലെ കൂടുതൽ ഭക്തരെത്തുമെന്നാണ് പ്രതീക്ഷ. പമ്പയിലും സന്നിധാനത്തും തീർത്ഥാടകരിൽ നിന്ന് അമിതവില ഈടാക്കുന്ന കടകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റുകൾക്കാണ് നിർദ്ദേശം നൽകിയത്. 24 തിരുവനന്തപുരം. ശബരിമല സന്നിധാനത്തും സോപാനത്തിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. എക്സിക്യൂട്ടീവ് ഓഫീസറോട് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 18-ാം പടിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്ത നടപടി അംഗീകരിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. ഫോട്ടോഷൂട്ട് നടത്തിയ സംഭവത്തിൽ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറോട് ADGP റിപ്പോർട്ട് തേടി. 18-ാം പടിയിൽ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന 30ഓളം പോലീസുകാർ നടത്തിയ ഫോട്ടോഷൂട്ട് വിവാദമായതിനെ തുടർന്നാണ് ഈ ഇടപെടൽ. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിൽ ഇന്ന് സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.
കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് യുവതിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ മാസം 24-നാണ് യുവതി മുറിയെടുത്തത്. യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ കാണാനില്ല. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ഷഹദ്, ഇതാരാണ്? ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പോലീസ് എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ? വിജയകുമാർ, നിലവിലെ സാഹചര്യത്തിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഞാൻ നിൽക്കുന്നത് ആ ലോഡ്ജിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ മുറിയിലാണ് യുവതി മരിച്ചു കിടക്കുന്നത്. അതായത് യുവതി 24-ാം തീയതിയാണ് ഇവിടെ മുറി എടുത്തിട്ടുണ്ടായിരുന്നത്. യുവതിക്കൊപ്പം അന്നൊരു യുവാവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഹോട്ടലിലെ ജീവനക്കാർ പറയുന്നത്. എന്നാൽ പിന്നീട് ഈ യുവാവിനെ കണ്ടിട്ടില്ല. യുവാവ് ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഹോട്ടലുകളിൽ റൂം എടുക്കുന്ന ഒരു നടപടിക്രമമൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂം എടുത്ത യുവാവിൻ്റെയോ അല്ലെങ്കിൽ യുവതിയുടെയോ വിശദാംശങ്ങൾ കാര്യമായിട്ടൊന്നും തന്നെ നിലവിൽ ഈ ഹോട്ടലുകാരുടെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ കൈവശമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ ഹോട്ടലിൽ ഒരു പ്രായം ചെന്ന ഒരു ജീവനക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ ഇവിടെ ഈ വന്ന ആളുകളുടെ എന്തോ ഫോട്ടോയോ മറ്റോ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള ആധാറിൻ്റെയോ ID കാർഡിൻ്റെയോ മറ്റോ വിശദാംശങ്ങൾ എന്തോ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഹോട്ടലിൽ ഇല്ല. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുവതിയെക്കുറിച്ചോ അതോ ഈ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ കുറിച്ചോ നിലവിലെ സാഹചര്യത്തിൽ യാതൊരുവിധ സൂചനയും ലഭിച്ചിട്ടില്ല. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 24-ാം തീയതിയാണ് യുവതിയും യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവും ഈ ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ നിൽക്കുന്നത് എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ തന്നെ ഉള്ള ഒരു ലോഡ്ജ് മുറിയിലാണ്. ഇവിടെയാണ് ഇവർ രണ്ടുപേരും വന്ന് മുറി എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റ് വിശദാംശങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമല്ല. ഈ യുവാവിനെ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയം മുൻപ് നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഷഹദ്, എന്തായാലും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ കുറിച്ച് വിവരമില്ല. പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുന്നു. ഷഹദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഒരു അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അത് ഒരു ചുഴലിക്കാറ്റായി മാറുകയാണ്. ഫെങ്കൽ എന്ന പേരിലാണ് ആ ചുഴലിക്കാറ്റ് അറിയുക. അത് തമിഴ്നാട്ടിൽ വ്യാപകമായി മഴ പെയ്യുന്നുണ്ട്. ശ്രീലങ്കൻ തീരത്തേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. കേരളത്തിൽ, മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിൽ കുറച്ചു ഭാഗങ്ങളിലുമൊക്കെ മഴ പെയ്തേക്കും എന്ന് പറയുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ വ്യാപക മഴ ഇപ്പോൾ പെയ്യുന്നുണ്ട്. അത് 4 ദിവസം കൂടി മഴ തുടരും എന്ന വിവരം കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. റിപ്പോർട്ടോടെ വാർത്താ മഴ അവസാനിക്കുന്നു.